Dear students, Basic Numerical Methods BCom third സെമ്മിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൻ്റെ 3 വീഡിയോ കഴിഞ്ഞു. ഇത് അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ആവറേജ്. ഒരു നല്ല ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. 1. എ ഗുഡ് ആവറേജ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഓർ വെൽ ഡിഫൈൻഡ്. ഒരു ശരാശരി എപ്പോഴും വ്യക്തമായി നിർവചിച്ചതായിരിക്കണം. അതിൻ്റെ നിർവചനം വളരെ വ്യക്തമായിരിക്കണം. ആ നിർവചനത്തിൽ നിന്ന് നമുക്ക് ആ ശരാശരി കണ്ടെത്താൻ കഴിയണം. അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിരിക്കണം ഒരു നല്ല ശരാശരി. 2ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്. അതിൻ്റെ കണക്ക് കൂട്ടലുകൾ, ഗണിതക്രിയകൾ ലളിതമായിരിക്കണം. അത് കണ്ടെത്തുന്നതിനുള്ള രീതികൾ ലളിതമായിരിക്കണം. കാൽക്കുലേഷൻസ് എളുപ്പമാണ്. അടുത്തത് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാൻ എളുപ്പമാകണം. മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിരിക്കണം എന്നാണ് 3ാമതായിട്ട് പറയുന്നത്. 4. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ശരാശരി. ഒരു ശരാശരി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നിരീക്ഷണങ്ങളെയെല്ലാം അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. 5ാമതായി പറയുന്നത് ഇറ്റ് ഷുഡ് ബി അമിനബിൾ ടു ഫർദർ ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമാകണം. കൂടുതൽ ഗണിതക്രിയകൾക്ക് സാധ്യമായിരിക്കണം, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നതായിരിക്കണം ശരാശരി. 6ാമത്തേത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സാമ്പിളുകളിൽ നിന്ന് എടുക്കുന്ന ശരാശരികൾ തമ്മിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം വളരെ കുറഞ്ഞതായിരിക്കണം. സ്റ്റേബിളായിരിക്കണം എന്നാണ് പറയുന്നത്. ശരാശരി എപ്പോഴും സ്റ്റേബിളായിരിക്കണം. അതിന് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകരുതെന്നാണ്. 7ാമതായിട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് ശരാശരിയെ സ്വാധീനിക്കരുതെന്നാണ്. എക്സ്ട്രീം ഐറ്റംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ട്. നമ്മളതിനെ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ക്രമീകരിക്കുമ്പോൾ 2 എക്സ്ട്രീമിലും വരുന്ന സംഖ്യകളാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായിട്ട് വരുന്ന സംഖ്യകൾ, അവ ശരാശരിയെ സ്വാധീനിക്കരുത്. ഇങ്ങനെ 7 പ്രോപ്പർട്ടീസാണ് ഒരു നല്ല ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ടത്. എ ഗുഡ് ആവറേജ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഓർ വെൽ ഡിഫൈൻഡ്. It should be easy to calculate and simple to understand. It should be based on all the observations of the data. It should be amenable to further algebraic treatment. It should not be influenced by sampling fluctuations. It should not be affected by extreme items. Merits of arithmetic mean. Arithmetic mean ന്റെ ഗുണങ്ങൾ. 1. അരിത്തമെറ്റിക് മീൻ ഈസ് വെൽ ഡിഫൈൻഡ്. അരിത്തമെറ്റിക് മീൻ വ്യക്തമായി നിർവചിച്ചതാണ്. അരിത്തമെറ്റിക് മീൻ ഈസ് വെൽ ഡിഫൈൻഡ്. അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത്? സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഈസ് വെൽ ഡിഫൈൻഡ്. 2. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് കണക്ക് കൂട്ടുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഗണിതക്രിയകൾ ലളിതമാണ്. 3. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. തന്നിട്ടുള്ള എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു 10 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? 10 വാല്യൂസും കൂട്ടി 10 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ വിലകളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്. അതാണ് പറയുന്നത് arithmetic mean is based on all the observations of the data. 4. It is capable of more algebraic treatment. കൂടുതൽ ഗണിതക്രിയകൾക്ക് arithmetic mean സഹായകമാണ്. 5ാമത്തേത്
അരിത്തമെറ്റിക് മീൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ്. മിക്കവാറും എല്ലാ പ്രശ്നങ്ങളിലും അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയും. 6. അരിത്തമെറ്റിക് മീൻ ഈസ് സ്റ്റേബിൾ. ഇറ്റ് ഡസ് നോട്ട് ഡിഫർ ഫ്രം സാമ്പിൾ ടു സാമ്പിൾ. അരിത്തമെറ്റിക് മീൻ സ്റ്റേബിൾ ആണ്, അത് വ്യത്യസ്ത സാമ്പിളുകളിൽ ഡിഫറൻ്റ് ആയിട്ട് വരുന്നില്ല. അരിത്തമെറ്റിക് മീൻ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഇല്ല. ഇതാണ് അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. 1. അരിത്തമെറ്റിക് മീൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. It is based on all the observations of the data. It is capable of more algebraic treatment. Arithmetic mean can be determined in most of the cases. Arithmetic mean is stable. It does not differ from sample to. Demerits of arithmetic mean. Arithmetic mean de പോരായ്മകൾ. Arithmetic mean is affected by extreme values. Extreme values അരിത്തമെറ്റിക് മീനിനെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്. എല്ലാ വിലകളും കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക എന്നാണ്. അപ്പോൾ എല്ലാ വിലകളും അരിത്തമെറ്റിക് മീനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രീം വാല്യൂസും അരിത്തമെറ്റിക് മീനെ സ്വാധീനിക്കുന്നുണ്ട്. എക്സ്ട്രീം വിലകൾ അരിത്തമെറ്റിക് മീനെ സ്വാധീനിക്കുന്നുണ്ട്. Usually mean does not coincide with any of the observed values. സാധാരണയായിട്ട് അരിത്തമെറ്റിക് മീൻ തന്നിട്ടുള്ള ഒരു വിലകളുമായും ചേർന്ന് പോകണമെന്നില്ല. ഉദാഹരണമായി, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി ഉയരം 5 അടിയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 അടി ഉയരമുള്ള ഒരു കുട്ടി പോലും ആ ക്ലാസ്സിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ പല കുട്ടികളുടെയും ഉയരം ഏകദേശം 5 അടിയാണ് എന്ന് 5 അടിയോടടുത്ത് ഉണ്ടായിരിക്കും എന്നാണ് അതെന്ന് മനസ്സിലാക്കാവുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പേഴ്സൻറ്റേജസ്. റേഷ്യോയും പേഴ്സൻറ്റേജും തന്നു കഴിഞ്ഞാൽ അവിടെ അരിത്തമെറ്റിക് മീൻ ഒട്ടും യോജിച്ച ശരാശരിയുമല്ല. അവിടെ ജോമെട്രിക് മീനാണ് കൂടുതൽ ഉപയോഗിക്കാവുന്നത്. അവിടെ അരിത്തമെറ്റിക് മീൻ യോജിച്ച ശരാശരിയല്ല. റേഷ്യോസിലും പേഴ്സൻറ്റേജിലും അരിത്തമെറ്റിക് മീൻ യോജിച്ച ഒരു ശരാശരിയല്ല. It cannot be calculated for qualitative data which cannot be measured numerically. സംഖ്യാത്മകമായി മെഷർ ചെയ്യാൻ കഴിയാത്ത ദത്തങ്ങൾക്കും അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയില്ല. സംഖ്യാത്മകമായിട്ട് എഴുതാൻ കഴിയാത്ത വസ്തുതകളുടെ അല്ലെങ്കിൽ ദത്തങ്ങളുടെ അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിന് മാത്രമേ സാധ്യമാകൂ. It may often misleading and absurd results in some cases. For example, average number of children per family in a village may work out as 3.2, which is impossible. പലപ്പോഴും അരിത്തമെറ്റിക് മീൻ മിസ്ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ എന്തൊരു അപാകത ഉള്ളതായിട്ട് തോന്നാം. ഉദാഹരണമായിട്ട്, ഒരു വില്ലേജിലെ കുടുംബങ്ങളുടെ ശരാശരി ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം കണക്ക് കൂട്ടി നോക്കുമ്പോൾ അരിത്തമെറ്റിക് മീൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് 3.2 എന്നൊക്കെ കിട്ടും. അപ്പോൾ ഒരു ശരാശരി ഒരു കുടുംബത്തിൽ 3.2 ആളുകളുണ്ട് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 3.2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അസ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. കാരണം 3.2 കുട്ടികൾ, അപ്പോൾ അംഗഭംഗം വന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്താ അങ്ങനെ 3.2, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 എന്നൊക്കെയല്ലേ പറയാം. ആ രീതിയിലുള്ള ഒരു ഇത് നമുക്ക് തോന്നാം. In the cases of frequency distribution with open-end classes, the mid values of all classes cannot be obtained. Therefore, in such distributions, mean cannot be calculated accurately. ഓപ്പൺ-എൻഡ് ക്ലാസ്സസിൽ എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആവാം. ആദ്യത്തെയോ അവസാനത്തെയോ ക്ലാസ്സുകളാണ് നമ്മൾ എൻഡ് ക്ലാസ്സസ് പറയുക. ആ രണ്ടറ്റത്തുള്ള ക്ലാസ്സുകൾ അത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ആ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂ കാണാൻ കഴിയില്ല. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയുമായി തരുന്ന അവസരങ്ങളിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് മിഡ് വാല്യൂ കാണാണ്. ആദ്യം കാണേണ്ടത് മിഡ് വാല്യൂ ആണ്. അപ്പോൾ മിഡ് വാല്യൂ കാണണമെങ്കിൽ എല്ലാ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് നമുക്ക് അറിയണം. അപ്പോൾ എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് മീൻ ആക്യുറേറ്റ് ആയിട്ട് കാണാനും കഴിയില്ല. അപ്പോൾ എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് അരിത്തമെറ്റിക് മീനിൻ്റെ ഡീമെറിറ്റ്സ്. ഒന്ന്, അരിത്തമെറ്റിക് മീൻ ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്.
2. Usually mean does not coincide with any of the observed values. It is not suitable for averaging ratios and percentages. It cannot be calculated for qualitative data which cannot be measured numerically. It may often misleading and absurd results in some cases. For example, average number of children per family in a village may work out as 3.2, which is impossible. In the case of frequency distribution with open-end classes, the mid-values of all classes cannot be obtained. Therefore, in such distributions, mean cannot be calculated accurately. Merits of median. മീഡിയൻ്റെ ഗുണങ്ങൾ. ഒന്ന്, മീഡിയൻ ഈസ് വെൽ ഡിഫൈൻഡ്. മീഡിയൻ വ്യക്തമായി നിർവചിച്ചതാണ്. മീഡിയൻ ഈസ് ദി വാല്യൂ ഓഫ് ദാറ്റ് ഐറ്റം which occupies the central position when the items are arranged in the ascending or descending order of their magnitude. Median is the middlemost observation when the items are arranged in the ascending or descending order of their magnitude. തന്നിരിക്കുന്ന വിലകൾ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ക്രമീകരിച്ചാൽ മിഡിലിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2. It is easy to calculate and simple to understand. മനസ്സിലാക്കാൻ എളുപ്പമാണ്, കാൽക്കുലേഷനും ഗണിതക്രിയകളും ലളിതമാണ്. It is suitable for even such data which are not capable of numerical expression. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ സാധ്യമല്ലാത്ത ദത്തങ്ങൾക്കും മീഡിയൻ യോജിച്ചതാണ്. സംഖ്യാപരമായി കാണിക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയാത്തവയ്ക്കും മീഡിയൻ യോജിച്ച ഒരു ശരാശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് മീഡിയനെ സ്വാധീനിക്കുന്നില്ല. ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ക്രമീകരിക്കുമ്പോൾ ആ എൻഡിൽ വരുന്ന രണ്ട് എൻഡിലും വരുന്നതാണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ആ എക്സ്ട്രീം വാല്യൂസ് മീഡിയനെ സ്വാധീനിക്കുന്നില്ല, കാരണം മീഡിയൻ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. 5. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഗ്രാഫിക്കലി ഓൾസോ. ഗ്രാഫ് ഉപയോഗിച്ച് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. ലെസ് ദാൻ ഒജീവ് ഗ്രേറ്റർ ദാൻ ഒജീവ് വരച്ചിട്ട് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതാണ് മീഡിയൻ. അതല്ലെങ്കിൽ ലെസ് ദാൻ ഒജീവ് മാത്രം വരച്ചിട്ട് നമുക്ക് മീഡിയൻ കാണാം. എന്തായാലും മീഡിയൻ ഗ്രാഫ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. മീഡിയൻ ഈസ് ദ സ്യൂട്ടബിൾ ആവറേജ് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആണെങ്കിലും മീഡിയൻ കാണാൻ കഴിയും. അല്ലെങ്കിൽ എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും അനുയോജ്യമായ ശരാശരി മീഡിയനാണ്. കാരണം മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് മിക്കവാറും തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മിഡിലുള്ള ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതുകൊണ്ട് എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആണെങ്കിലും മീഡിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എൻഡ് ക്ലാസ്സസ് ഓപ്പൺ ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും അനുയോജ്യമായ ശരാശരി മീഡിയനാണ്. അപ്പോൾ ഇതെല്ലാമാണ് മെറിറ്റ്സ് ഓഫ് മീഡിയൻ. 1. മീഡിയൻ ഈസ് വെൽ ഡിഫൈൻഡ്, then it is easy to calculate and simple to understand. It is suitable for even such data which are not capable of numerical expression. It is not affected by extreme items. It can be determined graphically also. Median is the suitable average in the case of frequency distribution with open-end classes. Demerits of median. മീഡിയൻ്റെ പോരായ്മകൾ. മീഡിയൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. മീഡിയൻ എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ക്രമീകരിക്കുമ്പോൾ മിഡിലിൽ വരുന്നതാണ് മീഡിയൻ. അപ്പോൾ രണ്ട് എൻഡിലുള്ള ഏതെങ്കിലും വാല്യൂ മാറ്റി വേറെ എന്തെങ്കിലും വാല്യൂസ് വെച്ചാലും മീഡിയനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മീഡിയൻ എല്ലാ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. It is not capable of algebraic treatment. It is not capable of algebraic treatments. കൂടുതൽ ഗണിതക്രിയകൾക്ക് സഹായകമല്ല. It requires arraying
that is writing in the ascending or descending order, which is difficult when there are many values. മീഡിയൻ കാണണമെങ്കിൽ വാല്യൂസിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. അതിനാണ് ആരേയിങ് എന്ന് പറയുക. അത് കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ, ഒരു 100 150 വാല്യൂസ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. അതതിൻ്റെ ഒരു പോരായ്മയാണ്. 4. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ്, interpolation formula is to be used. The value thus obtained may give only an approximate value. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു ഏകദേശ വിലയാണ്. എക്സാക്റ്റ് വാല്യൂ ആവണമെന്നില്ല, ഒരു ഏകദേശ വിലയാണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഡിമെറിറ്റ്. അപ്പം മീഡിയൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡാറ്റ. It is not capable of algebraic treatments. It requires arraying, which is difficult when there are many values. In the case of continuous series, interpolation formula is to be used. The value thus obtained may give only an approximate value. Merits of mode. മോഡിൻ്റെ ഗുണങ്ങൾ. Mode is a very simple among measures of central tendency. Even a glance at the series is enough to locate the model value. It is a popular average. മോഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഷറാണ്. മോഡ് ഈസ് എ വാല്യൂ ഓഫ് ദി ഐറ്റം ഓഫ് എ സീരീസ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. കൂടുതൽ തവണ ആവർത്തിക്കുന്നതാണ് മോഡ്. അതുകൊണ്ട് തന്നെ കുറേ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ഏത് വിലയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആവറേജാണ് മോഡ് എന്ന് പറയുന്നത്. Mode is less affected by extreme values in the series. എക്സ്ട്രീം വാല്യൂസ് വളരെ കുറച്ച് മാത്രമാണ് മോഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. എക്സ്ട്രീം വാല്യൂ കൂടുതൽ തവണ ആവർത്തിക്കുകയാണെങ്കിൽ അത് മോഡായിട്ട് വരും. സാധാരണ രീതിയിൽ വളരെ കുറച്ചാണ് അത്. എക്സ്ട്രീം വാല്യൂസ് മോഡിനെ അഫക്റ്റ് ചെയ്യാറില്ല. മോഡ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി ഓൾസോ. ഗ്രാഫ് ഉപയോഗിച്ച് മോഡ് കണ്ടുപിടിക്കാം. ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ മോഡ് ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. യൂഷ്വലി മോഡ് കോയിൻസൈഡ് വിത്ത് വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ദി സീരീസ്. സാധാരണയായിട്ട് മോഡ് അതിലേതെങ്കിലും ഒരു വിലയുമായി കോയിൻസൈഡ് ചെയ്യും. കാരണം മോഡ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നതാവുന്നത് കൊണ്ട് മോഡ് എന്ന് പറയുന്നത് തന്ന സീരീസിൽ ഉണ്ടായിരിക്കും. Mode is the value which occurs most frequently, so mode is the best representative. മോഡ് കൂടുതൽ തവണ ആവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ മോഡ് എന്ന് പറയുന്ന ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവാണ്. തന്നിരിക്കുന്ന സീരീസിനെ പ്രതിനിധാനം ചെയ്യുന്ന വാല്യൂ ആണ് മോഡ് എന്ന് പറയാം. കാരണം അത് കൂടുതൽ തവണ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഉദാഹരണമായിട്ടൊരു ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് വരുമ്പോൾ ഭൂരിപക്ഷ വോട്ടെടുപ്പാണല്ലോ നമ്മൾ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ വിജയിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സംഖ്യയാണ് അവിടെ മോഡായിട്ട് വരുന്നത്. മോഡാണ്. അപ്പോൾ മോഡ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആൾ വിജയിയായി പ്രഖ്യാപിക്കുമ്പോൾ മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു നല്ല റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാഷൻ ഫീൽഡിലെല്ലാം മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഫാഷനുകൾ ഏതാണോ അത് കൊണ്ടുവന്നിട്ടാണ് കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. അപ്പോഴാണ് അവർക്കത് ലാഭകരമാകുന്നത്. അതുപോലെ ഏത് കാര്യങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അതാണ് ഫാഷനെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മോഡെന്ന് പറയുന്നത് ഫാഷനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഏത് തരം സാരിയാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കടക്കാർ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതുപോലെ പൊതുജനങ്ങളുടെ താല്പര്യം എന്താണോ അതറിഞ്ഞുകൊണ്ടാണ് വ്യവസായികളാണെങ്കിലും വ്യാപാരികളാണെങ്കിലും വസ്തുക്കൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ മോഡാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റെഡിമെയ്ഡ് വ്യാപാരികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവായി പോകുന്നത് ഏത് സൈസിലുള്ള ഡ്രസ്സുകളാണ് എന്ന് നോക്കിയിട്ടാണ്. അവിടെയൊക്കെ മോഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ഡിമെറിറ്റ്സ് ഓഫ് മോഡ്. മോഡിൻ്റെ പോരായ്മകൾ. മോഡ് ഈസ് അൺസെർട്ടൺ ആൻഡ് വേഗ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി.
ഇറ്റ് ഈസ് ഇൽ ഡിഫൈൻഡ് ഇൻ സം കേസസ്. മീനും മീഡിയനൊക്കെ വെൽ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ മോഡ് പലപ്പോഴും ഇൽ ഡിഫൈൻഡ് ആണ്. ശരാശരികളിൽ മോഡ് എന്ന് പറയുന്നത് പലപ്പോഴും അൺസേർട്ടൺ ആണ്, വെയ്ഗാണ്, അനിശ്ചിതമാണ്, അവ്യക്തമാണ്, അതുപോലെ ഇൽ ഡിഫൈൻഡുമാണ്. മോഡ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് ഫർദർ ഓൾജിബ്രേക്ക് ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ ഗണിതക്രിയകൾക്ക് മോഡ് യോജിച്ചതല്ല. മോഡ് എന്ന് പറയുന്നപ്പോൾ ഒരു സീരീസ് ഓഫ് വാല്യൂസിൽ എല്ലാ വിലകളും ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ മോഡിൻ്റെ നിർവചന പ്രകാരം മോഡ് കണ്ടെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ എല്ലാ വാല്യൂസും 2 തവണ വന്നു എന്ന് വിചാരിച്ചാൽ മോഡ് കാണാൻ കഴിയില്ല. അതായത് മോഡ് ഇൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ മോഡ് കാണുന്നത് വേറൊരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ്. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ളൊരു എംപിരിക്കൽ റിലേഷൻ ഉപയോഗിച്ചാണ് കാണുന്നത്. സംടൈംസ് ഗ്രൂപ്പിംഗ് ബിക്കംസ് നെസസറി ടു ഐഡൻറ്റിഫൈ ദി മോഡൽ വാല്യൂ. ചില സമയത്ത് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിളൊക്കെ ആവശ്യം വരും. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വേണ്ട രീതിയിലല്ല എങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ചില സമയത്ത് ഗ്രൂപ്പിങ്ങും അനാലിസിസും ഒക്കെ ആവശ്യമായി വരാറുണ്ട്. മോഡ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ വാല്യൂസ് ഓഫ് ദ സീരീസ്. എല്ലാ വിലകളെയും അടിസ്ഥാനമാക്കിയിട്ടല്ല മോഡ് കാണുന്നത്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്നതാണ്. അത് അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. വെൻ ദ എക്സ്ട്രീം വാല്യൂ അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ദി എക്സ്ട്രീം വാല്യൂ ബിക്കംസ് മോഡ്. എക്സ്ട്രീം വാല്യൂ ആണ് കൂടുതൽ തവണ ആവർത്തിക്കുന്നത് എങ്കിൽ അതായിരിക്കും മോഡ്. For example, if 0 appears more number of times, then mode is 0. This is not a representative value. മോഡ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്നൊക്കെ പറയുമെങ്കിലും ആ തന്ന നിരീക്ഷണത്തിൽ ആ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് അതൊരു അർത്ഥശൂന്യമായ അവസ്ഥയായിട്ട് മാറും. ഉദാഹരണത്തിന് എക്സ്ട്രീം വാല്യൂ 0 ആണ്, അത് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ 0 മോഡാക്കി എടുത്താൽ നമുക്കൊരു ആ ദത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെക്കുറിച്ച് ഒരു അറിവും ആ ശരാശരിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മോഡ് അപ്രായോഗികമാണ്. അപ്പോൾ മോഡിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. മോഡ് ഈസ് അൺസർട്ടൺ ആൻഡ് vague measure of central tendency. It is ill-defined in some cases. Mode is not capable of further algebraic treatment. Sometimes grouping becomes necessary to identify the model value. Mode is not based on all the values of the series. When the extreme value appears most frequently, the extreme value becomes mode. For example, if 0 appears more number of times, then mode is 0. This is not a representative value. ഇതാണ് ഡിമെറിറ്റ്സ് ഓഫ് മോഡിൽ വരുന്നത്.